സത്യസന്ധമായിട്ട് ജീവിക്കുന്ന നിങ്ങൾക്ക് വീണ്ടും മറ്റുള്ളവർ ഉപദ്രവം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ ദേവിയുടെ ഇടയിൽ പറയാവൂ. വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴാ ദേവി അതിൻ്റെ മറുപടി കൊടുത്തിരിക്കും. അത് ഈ അച്ചടക്കാരിയത ഒരാഴ്ചയ്ക്ക് ഞാൻ 2 ആഴ്ചയായുള്ളൂ ഇത് കൊടുക്കാൻ പറയും. ഈ 2 ആഴ്ചക്കകത്ത് ഒരുപാട് പേര് ഈ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയവരെല്ലാം ഭയങ്കര റിസൾട്ടാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പം അത് അമ്മയുടെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ആ അമ്മയുടെ നടയിൽ വെച്ച് ഞങ്ങൾ തരും. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതിന് വലിയ പൈസയൊന്നും വാങ്ങണില്ല. ഞങ്ങൾ ഇത്രയും വലിയ പൂജയെന്ന് പറയുന്നത് 3 പൂജയും 3 ഹോമവും വലിയ ഹോമമാണ്. വലിയ ഹോമം നടത്തി നമ്മൾ പോറ്റിമാരെ കൊണ്ട് ഹോമം നടത്തിയിട്ടാണ് ഇത് നമ്മൾ ഈ ഏലസ് ഞാൻ കൊടുക്കുന്നത്. ഈ ഏലസിന് ഞാൻ വാങ്ങുന്നത് അടച്ചു കൊടുക്കുന്ന വില വെറും 2500 രൂപയേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരുപാട് ഏലസ് നമ്മൾ ചെയ്യിക്കുന്നത് കൊണ്ട് നമുക്കിപ്പോൾ ഞാനിപ്പോൾ പൂജ ചെയ്ത പോലത്തേക്ക് 1.5 ലക്ഷം രൂപയ്ക്ക് അടുപ്പിച്ചായി. പക്ഷേ ഏലസ് ഏതാണ്ട് ഒരു 10-40 ഏലസ് ഞങ്ങൾ വെച്ചിരിക്കുക. ഈ 40 ഏലസ് ആയതുകൊണ്ട് അതിനെല്ലാം കൂടെ ഞാൻ ഡിവൈഡ് ചെയ്തപ്പോൾ വേറെ 2500 രൂപ ഒരാളിനാവുന്നുള്ളൂ. ഈ അടച്ചു കൊടുക്കുന്ന പൈസയെ ഞാൻ വാങ്ങുന്നുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അല്ലാതെ ഒന്നുമില്ല ഇവിടെ. മനസ്സിലായില്ലേ? അല്ലാതെ നമ്മൾ ഇത് എൻ്റെ ജീവിക്കാൻ വേണ്ടിയല്ല ഞാൻ ഈ ഏലസ് കൊടുക്കുന്നത്, ഒരു നന്മ ഉണ്ടാക്കാൻ മാത്രം. പക്ഷേ അത് എൻ്റെ ഈ സമയത്തിൽ ഈ വെള്ളിയാഴ്ച 8 മണി മുതൽ 9 മണിക്കകത്ത് ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് വന്നാൽ, ഞാൻ ഇതിൽ അഡ്രസ്സ് എഴുതിയിരിക്കും, ആ അഡ്രസ്സിൽ നേരെ ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് വന്നാൽ മാത്രമേ ഇത് ഞാൻ കൊടുക്കുള്ളൂ. അത് ആ 1 മണിക്കൂറേ ഉള്ളൂ. കാര്യം 1 മണിക്കൂറിന് കൂടുതൽ എനിക്ക് സേവനം ചെയ്യാനുള്ള സമയമില്ല സത്യം പറഞ്ഞാൽ. കാര്യം ആ 1 മണിക്കൂർ അതിന് വേണ്ടി ഒതുക്കിയിട്ടുള്ളൂ. ആഴ്ചയിൽ ഒരു ദിവസം 1 മണിക്കൂർ നാട്ടിന് വേണ്ടി നമുക്ക് ഒതുക്കേണ്ടതാണ്. അത് നമുക്ക് ഇതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന 1 മണിക്കൂർ നമ്മൾ ഒതുക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. പക്ഷേ ഇത് വാങ്ങണമെന്ന് പറഞ്ഞാൽ ഇത് ആ രീതിയിൽ ചെയ്തെടുക്കുന്നതുകൊണ്ട് ഈ പൈസ എന്ന് പറയുന്നത് പൂജയ്ക്കുള്ള പൈസയാണ്. എനിക്ക് വേണ്ടിയുള്ള പൈസ വാങ്ങുന്നത്. പിന്നെ ഏലസ് നിങ്ങൾ തന്നെ കൊണ്ടുവരണം.